ഇതൊരു അനുമതിക്ക് കൊടുത്താൽ അനുമതി കിട്ടില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും അനുമതി കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് അതിനൊരു അപേക്ഷ പോലും കൊടുക്കാതെ ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ, പരാതിയുടെ മുകളിൽ ഞങ്ങളോട് വിശദീകരണം ചോദിക്കട്ടെ, ഞങ്ങൾ വിശദീകരണം കൊടുത്തോളാം. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ഉണ്ടായതാണോ? ആണോ? അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ, നല്ല ചേലായിരിക്കും. ഇന്നേ വരെ ഇല്ലാത്ത വാക്പോരുകളും കളംമാറ്റങ്ങളും കണ്ട പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്കാണ്. ആവേശം കുട്ടിയിറങ്ങിയ കുട്ടിക്കലാശത്തിന് ശേഷവും ഇന്നും നിശബ്ദ പ്രചാരണത്തിലും രാഷ്ട്രീയ ശബ്ദങ്ങളാണ് പാലക്കാട്. സന്ദീപ് വാര്യരുടെ ഭൂതകാലം ചൂണ്ടിക്കാട്ടി സുന്നി മുഖപത്രങ്ങൾക്ക് മാത്രം നൽകിയ LDF പരസ്യത്തെ ചൊല്ലിയാണ് അവസാന മണിക്കൂറിൽ വാക്പോര്. പാർട്ടികൾ, മുന്നണികൾ, ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെയും പുറത്തെടുത്ത ഡു ഓർ ഡൈ ബാറ്റിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരു രാത്രി മാത്രം ബാക്കി നിൽക്കെ പാലക്കാടൻ മനസ്സിലെന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അടൂർ കെ അൽകുമാർ, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ജിൻഡോയിലേക്ക് പോകുന്നു. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഈ പരസ്യത്തിന് അനുമതി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾക്കപ്പുറം സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം രാഷ്ട്രീയായുധമാക്കാൻ CPM തീരുമാനിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയായുധമാക്കാനുള്ള അവകാശം CPM-നുണ്ട്. കാര്യം അവരും ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നിൽക്കുന്നവരാണ്. ശക്തിയേറിയ വാക്പോരിൽ അല്ലെങ്കിൽ ഒരു കനത്ത പോരാട്ടത്തിൽ കിട്ടുന്ന ആയുധങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടെന്ന് വെക്കില്ല. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ UDF-ലേക്കുള്ള കടന്നുവരവ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വാഴ്ത്തിപ്പാടപ്പെട്ടെങ്കിലും അതൊരു തിരിച്ചടിയായോ, അതൊരു ബൂമറാങ്ങായോ? ജിൻഡോ. ഹാഷ്മി, ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതൊന്നും തിരിച്ചടിയല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തെടുത്ത് നോക്കിയേ. പാതിരായിലെ റെയ്ഡ് നാടകം ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്പിരിറ്റ് വേട്ട ഉൾപ്പെടെ, കള്ളപ്പണം പിടിക്കാൻ പോയത് ഉൾപ്പെടെ, അങ്ങനെ നിരന്തരം ഇരട്ട വോട്ട്, ഇതെല്ലാം അവസാനം CPM-നെയും ഇടതുമുന്നണിയെയും തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇതിനിടയ്ക്ക് BJP-യുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും വിഷയങ്ങളും വന്നിരുന്നു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിരുന്നു. അത് CPM പിടിച്ചില്ല. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട അതൃപ്തിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. അതും CPM പിടിച്ചില്ല. ശിവരാജൻ എന്ന് പറഞ്ഞ BJP-യുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെയൊക്കെ പരസ്യ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും CPM പിടിച്ചില്ല. അവിടെ നിരവധി കൗൺസിലർമാർ കൃഷ്ണകുമാറിൻ്റെ ഇലക്ഷൻ കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പങ്കെടുക്കുന്നില്ലെന്ന വാർത്ത വന്നു. ഇതൊന്നും CPM പിടിച്ചില്ല. CPM അതിനുശേഷം സന്ദീപ് വാര്യർ BJP-യുമായിട്ട് പിണങ്ങി പിരിഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാണ്, ദാർശനിക നിലപാട് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും RSS സ്വഭാവമില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കാൻ പുറകെ നടന്ന ആളുകളാണ് ഇവർ. ഈ സന്ദീപ് വാര്യർ അവസാനം കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചപ്പോൾ മുതൽ അദ്ദേഹം വീണ്ടും ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നിന്ന് നേരെ അദ്ദേഹം RSSൻ്റെ സംഘപരിവാറുകാരനായിട്ട് മാറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കുക പൊതുസമൂഹം? ഇനി അതെങ്ങനെയും ആയിക്കോട്ടെ, അവർക്ക് രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കൃത്യമായിട്ട് 2 പത്രങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ദേശാഭിമാനി പത്രത്തിൽ പോലും വാർത്ത കൊടുക്കാതെ, ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കാതെ, ഈ 2 പത്രങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? അതിന് MP രാജേഷ് ഇന്ന് വൈകിട്ട് മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ചന്ദ്രിക, എന്തുകൊണ്ട് സിറാജ് എന്ന ചോദ്യത്തിന് ആ മേഖലയിൽ സർക്കുലേഷനുള്ള എന്നാൽ റേറ്റ് കുറവുള്ള പരസ്യങ്ങളായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം സാധൂകരിക്കുന്നതാണ് ചന്ദ്രികയും സിറാജും. മാതൃഭൂമിക്ക് ഹിന്ദുവിനും പരസ്യം വേറെ നൽകിയിരുന്നു, അതിൽ കണ്ടന്റ് വേറെ ആണെങ്കിലും. അല്ല ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ പത്രമാണല്ലോ നേരെ അറിയാൻ 2 കോടിയും നേരെ അറിയാൻ 1 കോടിയും നേരത്തെ അറിയാൻ 2 കോടിയൊക്കെ മേടിക്കുന്ന പത്രമല്ലേ ദേശാഭിമാനി? ഈ ദേശാഭിമാനി പത്രത്തിൽ എന്താ ഈ വാർത്ത കൊടുക്കാതിരുന്നത്? വാർത്ത എന്ന് തോന്നുന്ന പരസ്യം കൊടുക്കാതിരുന്നത് അതെന്തുകൊണ്ടാണ്? ഇവരുടെ പത്രത്തിന് അവിടെ സർക്കുലേഷൻ ഇല്ലേ? ഇവരുടെ പത്രം അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വായിക്കുന്നില്ലേ? ഇവരുടെ പത്രം ഈ പറഞ്ഞ സൈബർ കമ്മികൾ മാത്രം വായിക്കുന്ന ഒരു പത്രമായിട്ട് ഒതുങ്ങപ്പെട്ടോ? അവരുടെ പത്രത്തിൽ പോലും കൊടുക്കാൻ അറയ്ക്കുന്ന ഒരു വാർത്ത 2 പത്രങ്ങളിൽ പരസ്യത്തിന് വ്യാജേന അതങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് അവരതിനെ ന്യായീകരിക്കുന്നു. ഈ വാർത്ത കൊടുക്കാൻ, ഇത് വാർത്ത എന്ന് തന്നെ പറയണം. ഈ പരസ്യം കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നോ? അനുമതി ഉണ്ടായിരുന്നില്ല. അതിന് ഇവർ പറയുന്നത് എന്താ? അനുമതി ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കാമെന്ന്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യം കൊടുക്കുന്നതിനുള്ള അനുമതി എടുത്ത് കാണിക്കുമ്പോൾ CPM-ൻ്റെ അനുമതി മാത്രം എന്താ ഇവർ കക്ഷത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അത് ഇനി പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കെ വിദ്യയുടെ മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പോലെ ഇതിൻ്റെ അനുമതി പത്രവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ
സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ BJP-യിൽ ഒരു ആശങ്കയുമില്ല. BJP-യുടെ നേതാക്കന്മാർ അതിനെ വളരെ സംയമനത്തോടെയാണ് കാണുന്നത്. CPM-ൽ കൂട്ടക്കരച്ചിലാണ്. ഒരേ ഒരാളെങ്കിലും BJP-യുടെ ചേരിയിൽ നിന്ന്, സംഘപരിവാർ ചേരിയിൽ നിന്ന് മതനിരപേക്ഷ ചേരിയിലേക്ക്, മതേതര ചേരിയിലേക്ക് മാറുന്നതിനെ CPM എന്തിനാണ് ഇത്ര വയ്ക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, RSSന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പരിപാടി പിണറായി വിജയൻ എടുക്കുമ്പോൾ കൂട്ടപ്പണിയെടുക്കുകയാണ് CPM. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇവർ പ്രതിയാക്കിക്കൊണ്ട് പരസ്യം ചെയ്യുന്നത്. ഈ ഇലക്ഷനിൽ 8.5 വർഷം കേരളം ഭരിച്ച സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ പരസ്യ പേജിൽ എവിടെയെങ്കിലും പിണറായി സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് സാധാരണ ജനങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിലെ മനുഷ്യന്മാർക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഇന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എണ്ണി പറയുന്ന ഒരു ലൈൻ ആ പരസ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കാണിക്കാൻ പറ്റുമോ ഹാഷ്മി? അല്ലാതെ മാതൃഭൂമിയിൽ ഹിന്ദുവിനും കൊടുത്ത പരസ്യത്തിൽ വികസനമായിരുന്നു എന്നേ പ്രമേയം. ഇപ്പോ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ചോദിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി എന്തു പരസ്യം കൊടുക്കണം, ഏത് പത്രത്തിൽ കൊടുക്കണം തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ, അതിന് കോൺഗ്രസ് എന്തിനാണ് വേവലാതി? അല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇവർ ജാതിയും മതവും വെച്ചിട്ടാണ് പത്രപരസ്യം ചെയ്യുന്നതെങ്കിൽ, പത്രങ്ങളെ പോലും ആ രീതിയിലാണ് കാണുന്നതെങ്കിൽ ഇവരാണ് മതേതര പാർട്ടി എന്ന് പറയുന്നതിൽ യാതൊരു അവകാശമില്ല. ഒന്നാമത്തെ കാര്യം. 2, മാതൃഭൂമിയിൽ കൊടുത്ത ആ അവകാശവാദങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിറാജിലും സുപ്രഭാതത്തിലും കൊടുക്കാൻ ഇവർക്ക് തോന്നാത്തത്? ആ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അത് വിശ്വസിക്കില്ലെന്ന് തോന്നിയിട്ടാണോ? ഇനി അതിനപ്പുറത്ത് ദേശാഭിമാനി പത്രത്തിൽ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്? സ്വന്തം സഖാക്കന്മാർ പോലും വിശ്വസിക്കാത്ത ഒരു കള്ള പ്രചരണമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സ്വന്തം പത്രത്തിൽ പോലും ഇത് കൊടുക്കാതിരുന്നത്. സ്വന്തം പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതിന് ഇവർക്ക് റേറ്റിന്റെ പ്രശ്നം ഇല്ലല്ലോ, പരസ്യ ചാർജ് ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഇവർ OK വാസുവിനെ പോലെ അല്ലെങ്കിൽ അശോകനെ പോലെ ഉള്ള ആളുകളെ, ഇവരുടെ സഖാക്കന്മാരെ കൊന്നു തള്ളിയ രക്തസാക്ഷികളാക്കിയ RSSന്റെയും BJP-യുടെയും നേതാക്കന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് ഇവർക്ക് ഒരു പരാതിയുമില്ല. രാഷ്ട്രീയ പ്രചരണം നടത്തിയ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ കോൺഗ്രസിൽ ചേരുന്നതിനെ കുറിച്ചിട്ടാണ് ഇവരുടെ കൂട്ടക്കരച്ചിൽ. നമുക്കത് മനസ്സിലാകുന്നില്ല. ഇവരതിന് പറയുന്നത് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. സരിൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? സരിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും പോസ്റ്റ് ഇല്ലേ? കൂട്ടബലാത്സംഗ ടീമിന്റെ ക്യാപ്റ്റനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നില്ലേ? ആ ടീമിൽ ഒരു അംഗമായിട്ട് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി വരുത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തത്. പറയുമ്പോൾ ഒരു മാന്യത വേണ്ട ഇതിനൊക്കെ. ശരി ഞാൻ ശ്യാൽകുമാർ, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് ദീപികയിൽ വന്ന പരസ്യം മണിപ്പൂരിന്റെ വേദനയാണെങ്കിൽ, എന്താണ് ഇതുപോലെ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം എന്താണ് ഒരു പർദ്ദാധാരിയായ ഒരു സ്ത്രീയുടെ ഹാഫ് മുഖം വെച്ചു ന്യൂനപക്ഷങ്ങളുള്ള മറ്റൊരു പരസ്യമാണ്. അന്നും ഇതേ ചോദ്യം ഉയർന്നതാണ്, എന്തുകൊണ്ട് അങ്ങനെ ഓരോന്നായി കൊടുക്കുന്നു എന്ന് ചോദ്യം ഉയർന്നതാണ്. ഇപ്പോൾ ഈ സിറാജിലും സുപ്രഭാതത്തിലും സർക്കുലേഷൻ കൂടുതലാണ്, റേറ്റ് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന ന്യായം നിലനിൽക്കുന്ന ന്യായമാണോ ശ്യാൽകുമാർ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി, സർക്കാരിനെതിരായി എല്ലാ ദിവസവും എന്നപോലെ പരസ്യപ്പലകകളെപ്പോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് നൽകിയ പരസ്യം ഇത്രയേറെ വേവലാതി ഉണ്ടാക്കിയെങ്കിൽ സ്വാഭാവികമായും അത് കൊള്ളടത്ത് കൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യത്തിൽ വ്യക്തത പറയാൻ ആഗ്രഹിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വൈകുന്നേരം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഗണിതത്തിൽ മാറ്റം വന്നിരിക്കുന്നു, രാഷ്ട്രീയ വ്യാകരണത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1-ാം സ്ഥാനത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന മുന്നേറ്റമാണ് LDF അവിടെ തുടർച്ചയായി നടത്തിക്കൊണ്ടുവന്നത്. അത് ഞങ്ങൾ നേടിക്കഴിയുന്നു എന്ന തരത്തിലേക്ക് ജനസമ്മതിയിലേക്ക് എത്തുന്നു എന്ന് സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് വല്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടു. അദ്ദേഹം പറയുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡുകളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് എന്തോ തെറ്റായ കാര്യമാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് തെളിവ് നൽകാം. ആ കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതായി ആ പ്രതികളുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകൾ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിച്ചതിൻ്റെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മിനിഞ്ഞാന്ന് പുറത്തു വന്നു. അപ്പോൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടേ. രണ്ടാമത്തെ കാര്യം, ആ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എങ്ങനെയെന്ന് വിവരമറിയാൻ തക്കവണ്ണം അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ AICC നിർദ്ദേശിച്ച ഏജൻസി ഇതുവരെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. അത് കോടതി വാറണ്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യാജമെന്ന് പറയുന്നത് അവിടെ ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത്, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡിലെ കേസിലെ പ്രതിയായ ആളെയാണ് ഫെനി നൈനാനെ ആ നീലപ്പെട്ടിയായിട്ട് കാണുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു. ഞങ്ങൾക്ക് സന്തോഷമായി. ഇന്നലെ നീലപ്പെട്ടിയും കൊണ്ട് കോൺഗ്രസ്സുകാർ പാലക്കാട് ജാഥ നടന്ന് കണ്ടപ്പോൾ ഇവരെക്കുറിച്ച് ഓർത്ത് അത്ഭുതം കൂടരുത്. ഫെനി നൈനാൻ്റെ കയ്യിലെ നീലപ്പെട്ടി ഫെനി നൈനാനെയാണ് തുറന്ന് കാണിക്കുന്നത് പെട്ടിക്കൊപ്പം. അത്രയെങ്കിലും വിവരം വേണ്ട ഇവരുടെ ഇലക്ഷൻ മാനേജർമാർക്ക്. മൂന്നാമത്തതാണ്,
വ്യാജ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരാതി കലക്ടർ സ്വീകരിച്ചു. എന്നിട്ട് വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ ഒഴിവാക്കാൻ വേണ്ടി കലക്ടർ നടപടി സ്വീകരിച്ചു. അതിന് പ്രത്യേകമായൊരു പട്ടിക തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെതിരായിട്ട് സതീശൻ്റെ പരാക്രമം കണ്ടില്ലേ? പിന്നെ വ്യാജ മദ്യം പിടിച്ചത് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയതിനാണ് ബഹുമാനപ്പെട്ട ജിൻഡോ. ചിറ്റൂർ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഗോപാലസ്വാമി കൗണ്ടറുടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ പിടിയിലായല്ലോ. 3600 ലിറ്റർ വ്യാജമദ്യമായിട്ട്, സ്പിരിറ്റുമായിട്ട്. അത് നിങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ പാലക്കാട്ടെ മനുഷ്യരുടെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെയാണ് നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചങ്കത്തേക്ക് വെച്ചൊരു സാധനം. ഇവിടെ ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത സന്തോഷമായി. എന്താണെന്നറിയാമോ? അറയ്ക്കുന്നതാണ് പരസ്യത്തിൽ വന്നത്. അറയ്ക്കുന്ന കാര്യങ്ങളാണ് പരസ്യത്തിൽ വന്നത്. ഞാൻ അതാണ് അദ്ദേഹത്തോട് പറയുന്നത്, അറപ്പുളവാക്കുന്ന കാര്യം. എന്തായിരുന്നു അറയ്ക്കുന്ന കാര്യം? ആ കാക്കി ട്രൗസർ ഇട്ടൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അയാൾ അയാളുടെ ട്രൗസർ അഴിച്ചോ? അയാളുടെ RSSൻ്റെ വേഷം അഴിച്ചോ? അഴിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ കോൺഗ്രസിൻ്റെ ഒരു അധ്യാപക സംഘടന ഭാരവാഹിയായിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മ പറഞ്ഞു RSSൻ്റെ കാര്യാലയത്തിന് ഞാൻ സ്ഥലം ദാനം ചെയ്യാൻ പോകുന്നു. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സുധാകരൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകണോ? പാണക്കാട് തങ്ങളെ എൻ്റെ നാട മുറിക്കാൻ വിളിച്ചിരിക്കുകയാണോ? എന്തിനാ പാണക്കാട്ടേക്ക് ഓടിയത്? ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, പിന്നെ ഒരു മാധ്യമങ്ങൾ സെലക്ട് ചെയ്തു. ഞാൻ ചോദിക്കും, നിങ്ങൾ സെലക്ട് ചെയ്തതിനാ പാണക്കാട്ടേക്ക് പോയത്? അറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്ത, മതവിദ്വേഷത്തിൻ്റെ വേദാന്തം ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ, ഏറ്റവും വൃത്തികെട്ട നാവായി പ്രവർത്തിച്ചൊരു മനുഷ്യൻ അയാളുടെ RSS എന്ന് പറയുന്ന അതിനെ തള്ളിപ്പറയാതെ, RSSനെ തള്ളിപ്പറയാതെ അതിൻ്റെ ഗണവേഷത്തോടുകൂടി രംഗത്തിറങ്ങിയപ്പോൾ ഇയാൾ ഇന്നയാളാണ് എന്ന് പറയുന്നത് ഒരു പരസ്യത്തിൽ വന്നപ്പോൾ, പരസ്യം കണ്ടപ്പോൾ തന്നെ അറയ്ക്കുന്നതാണ്. ഈ പറയുന്ന ഈ രാഷ്ട്രീയ പ്രതികരണം നടത്താനും പരസ്യം കൊടുക്കാനും അവകാശം നിങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ശ്യാൽകുമാർ, ഇവിടെ നിങ്ങൾക്ക് വിലങ്ങതേടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സന്ദീപ് വാര്യർ BJP വിടാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും CPM നേതാക്കൾ പരവതാനി വിരിച്ചു വന്നേ. അതാണ് പ്രശ്നം. ഇപ്പോൾ AK ബാലൻ പറഞ്ഞതിനെ കുറിച്ചാണ് ജിൻഡോ നേരത്തെ പറഞ്ഞത്. AK ബാലൻ പറഞ്ഞത് തെറ്റാണ് എന്ന് CK അനിൽകുമാർ പറയുമോ? ഒരിക്കലുമില്ല. ഞാനത് പറഞ്ഞുതരാം. ഞാൻ തെറ്റാണെന്ന് പറയും. ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ പറഞ്ഞ വാചകം സഖാവ് AK ബാലൻ പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ മാഷ് MP രാജേഷും പറഞ്ഞിട്ടില്ല. AK ബാലൻ പറഞ്ഞത് എന്താണ്? ബന്ധപ്പെടേണ്ട പ്രോസസ്സാ പറഞ്ഞത്. AK ബാലൻ പറഞ്ഞത് വളരെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. അല്ല ശ്യാൽകുമാർ, AK ബാലൻ പറഞ്ഞു സന്ദീപ് വാര്യർ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ RSSന്റെ ഐഡിയോളജിയുമായി അദ്ദേഹത്തിന് ചേർന്ന് പോകാൻ കഴിയാത്ത മനുഷ്യനാണെന്നും പറഞ്ഞു AK ബാലൻ. പറയട്ടെ സാർ, അവിടെയാണ് ബഹുമാനപ്പെട്ട ഹാഷ്മിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഞങ്ങൾ BJP എതിർക്കുന്നില്ല എന്നാണല്ലോ ബഹുമാനപ്പെട്ട ജിൻഡോയുടെ പരാതി. ഇന്നിപ്പോൾ ചർച്ച പറഞ്ഞ പോയിന്റ് അതാണ്. ഞങ്ങൾ BJPയെ ദുർബലപ്പെടുത്തുന്നില്ല. പക്ഷേ BJPക്ക് എന്നൊരാൾ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാണെന്ന് ഒരു വിവരം കിട്ടിയാൽ ഞങ്ങളുടെ നിലപാട് എന്താണ്? ആ ആളെ അവിടെ നിന്ന് ഇളക്കുക എന്നുള്ള ഞങ്ങളുടെ നിലപാട്. BJPയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് BJPയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അയാളെ പ്രകോപിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് പ്രചോദനം നൽകി. അതിൻ്റെ ഭാഗമായി അയാൾ BJPയെ തള്ളിപ്പറഞ്ഞാൽ BJPയെ തള്ളിപ്പറയുന്നിടത്തോളം ഞങ്ങൾ പിന്തുണയ്ക്കും. എന്നാൽ താരപ്രചാരകനാക്കുകയല്ല. ശ്യാൽകുമാർ ഒറ്റ നിലപാടാണ്. ഞാൻ പറഞ്ഞപ്പോൾ AK ബാലൻ പറഞ്ഞ സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. AK ബാലൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ AK ബാലൻ പറഞ്ഞ നമ്മളോടാണ്. ആ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാവോ? വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല, പല കാരണങ്ങളാൽ. അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് അവരുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും RSSൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ അനിൽകുമാർ, ഇന്നിപ്പോൾ വിഷനാവ് എന്ന് പരസ്യത്തിൽ പറഞ്ഞ സന്ദീപ് വാര്യരെ കുറിച്ച് AK ബാലൻ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. ഒരു പടി കൂടി കാരണം ദാർശനിക തലത്തിലേക്ക് പോകുന്നു AK ബാലൻ. ദാർശനിക തലത്തിൽ നോക്കിയാൽ RSSനകത്ത് നിൽക്കുമ്പോൾ തന്നെ RSSൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് പോകാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് സന്ദീപ് വാര്യർ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തവർ നിങ്ങളല്ലേ ശ്രീ അനിൽകുമാർ? അപ്പോൾ സ്വാഭാവിക കോൺഗ്രസ് ചോദിക്കും, നിങ്ങൾ അന്ന് പറഞ്ഞ ഇപ്പോഴൊന്ന് മാറ്റി പറഞ്ഞ് ചോദിക്കില്ലേ? അല്ലല്ല, നാളെ ഒരു കാര്യം ചെയ്തേര്, എളുപ്പം വഴി ഞാൻ പറഞ്ഞുതരാം. നാളെ ഒരു പരസ്യം കൊടുത്തേര്. ഞാൻ മിനിങ്ങാന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെല്ലുവിളിച്ചായിരുന്നു. സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചു. സൗഹൃദമുള്ള ആളാണ്, വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ സൗഹൃദം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചതാണ് പരസ്യമായി RSSൻ്റെ കൊപ്പായ ഊരുവോ,
RSS രാജിവെക്കാൻ നമ്മുടെ രാജ്യത്ത് പറ്റത്തില്ല. കാരണം RSS എന്ന് പറയുന്നത് ഭരണഘടനയുള്ള സംഘടനയല്ല. RSS എന്ന് പറയുന്നത് മെമ്പർഷിപ്പുള്ള സംഘടനയല്ല. നിങ്ങൾക്ക് ഗാന്ധിയെ കൊന്നാലും, അത് വലുതായിട്ട് വെടിവെച്ച് കൊന്നാലും ചെറുതായി വെടിവെച്ച് കൊന്നാലും നിങ്ങൾക്ക് RSSന് രാജിവെക്കാനാവില്ല. അതുകൊണ്ടാണ് ഗോഡ്സെ RSകാരനാണോ എന്ന് തർക്കത്തിനകത്ത് ഇപ്പോഴും RS തർക്കിച്ച് നിൽക്കുന്നത്. അവിടെ RSSന്റെ കുപ്പായം ഞാൻ അഴിക്കുന്നു എന്ന് പറയിപ്പിക്കാവോ? നാളെ പരസ്യം ചെയ്യൂ. നിങ്ങൾ സുപ്രഭാതത്തിലോ ഇനി ഇഷ്ടപ്പെടുന്ന ദേശാഭിമാനിയിലോ ഞാൻ ദേശാഭിമാനി സന്ദീപ് തന്നെ പറഞ്ഞില്ലേ ആ വാർത്താ സമ്മേളനത്തിൽ, സന്ദീപ് കോൺഗ്രസിലേക്ക് ചേരുന്ന ആ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് തന്നെ പറഞ്ഞില്ലേ, എന്റെ ഭൂതകാലത്തെ ഞാൻ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്, ഈ പറയുന്ന ഞാൻ പറഞ്ഞതിനെ തള്ളിക്കളയെന്ന് പറഞ്ഞില്ലേ? RSSനെതിരെ ഒരു വാക്ക് കേൾപ്പിക്കൂ. എന്റെ രാഷ്ട്രീയം തള്ളിക്കളയെന്ന് എന്താണ്? BJP RSS രണ്ടും രണ്ടാണോ? ചലഞ്ച് ചെയ്യൂ. BJP RSS രണ്ടും രണ്ടാണെന്നാണോ അൽകുമാർ പറയുന്നത്? ചലഞ്ച് ചെയ്യൂ. രണ്ടും രണ്ടാണ്. BJP എന്ന് പറയുന്നത് മാതൃസംഘടനയല്ല. മാതൃസംഘടന RSSും BJP എന്ന് പറയുന്നത് മകനും മകളുമാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരേ സമയം RSSലും കോൺഗ്രസിലും പ്രവർത്തിക്കാം. ഒരേ സമയം ഒരു RSSകാരന് കോൺഗ്രസിലും BJPയിലേക്ക് പ്രവർത്തിക്കാം. അങ്ങനെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പണ്ട് പ്രമേയം പാസ്സാക്കിയതാണ് 1949. RSSകാർ ഗാന്ധിയെ കൊന്ന ശേഷം ഈ RSSൽ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാമെന്ന് പ്രമേയമുണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് ഇന്നത്തെ രാത്രി പറയുന്നു, ഞാൻ എൻ്റെ വാദങ്ങൾ പിൻവലിക്കും. ഒറ്റ കണ്ടീഷൻ, അങ്ങ് AK ബാലൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഞാൻ സന്ദീപിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. RSSനെ തള്ളിപ്പറയുന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞോ? അതാണ് ഇന്നത്തെ രാത്രിയിലെ ചോദ്യം. RSSനെ തള്ളിപ്പറഞ്ഞൊരു വാചകം പറയാതെ കൊടപ്പനക്കുന്നിൽ പോയിട്ട് കൊടപ്പനക്കുന്നിൽ മാപ്പിരുന്നാൽ മാപ്പ് കൊടുക്കാവുന്ന കാര്യങ്ങളല്ല RSSുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്നും അദ്ദേഹം പറയുന്നു RSSന് ഭൂമി കൊടുക്കും. RSSുമായി ബന്ധം വിടുന്നില്ല എന്ന് മാത്രമല്ല, RSSന് ഭൂമി കൊടുക്കുകയാണ്. അങ്ങനെ RSSന് ഭൂമി കൊടുക്കുന്ന അമ്മയുടെ ഔഷധത്ത്, ഒരു കോൺഗ്രസ്സുകാരെ അമ്മയുടെ ഔഷധത്ത് നടപ്പാക്കാൻ പോകുന്ന ഒരു സ്വയം സേവകൻ, ആ സ്വയം സേവകനെ ഞങ്ങൾ തുറന്നു കാണിക്കും. അത് കൊണ്ടപ്പോ ചില വിഷമങ്ങളുണ്ടായി. നിങ്ങൾ വിഷമിക്കും. കാരണം എന്താണ്? മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ OK വാസുവിനെ കുറിച്ച് പറഞ്ഞുകൂടി പറയൂ. OK വാസു എന്ന് പറയുന്നത് 46 വർഷം RSS BJP പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാവാണ് OK വാസു. EP ജയരാജന്റെ ഒരു തിരുവോണ ദിനത്തിൽ EP ജയരാജനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അവർ കൊല്ലാൻ കഴിഞ്ഞില്ല, ജീവച്ഛവമാക്കിയിട്ടപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണ്? ശ്രീ അനിൽകുമാർ. രക്തരൂക്ഷിതമായ കണ്ണൂർ രാഷ്ട്രീയ കാലത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണ്? ശ്രീ അനിൽകുമാർ. OK വാസുവിന് വരാമെങ്കിൽ വാര്യർക്കുന്ന വന്നുകൂടെ എന്ന ചോദ്യത്തിനുള്ള മറുപടി? അവിടെ കൃത്യമായ മറുപടി ഉണ്ട്. ഞങ്ങൾ OK വാസുവിനെ ആ BJPന്ന് രാജിവെപ്പിച്ചു. BJPയിൽ പ്രതിസന്ധി വന്നു, BJP തർക്കമുണ്ടായി, OK വാസുവിനെ രാജിവെപ്പിച്ചു. ഞങ്ങളുടെ നോട്ടം എന്താണ്? RSനെതിരാണ്. ഞങ്ങളുടെ നോട്ടം RSനെതിരാണ്. OK വാസു RSനെ എതിർത്തപ്പോൾ OK വാസുവിനെ പിന്തുണച്ചു. സുധീഷ് പിന്നെ RSനെ തള്ളിപ്പറഞ്ഞിട്ട് RSSന്റെ ഇന്നലത്തെ ഗൂഢപ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സുധീഷ് പിന്നെയെ പിന്തുണച്ചു. സന്ദീപ് വാര്യരെയും പിന്തുണയ്ക്കാൻ തയ്യാറാണ് RSSനെ എതിർക്കുമെങ്കിൽ. ഇന്നേ നിമിഷം വരെ RSSൽ നിന്ന് രാജിവെക്കാതെ, RSSനെ എതിർക്കാതെ RSSകാരനായി കോൺഗ്രസിൽ തുടരാം, RSSകാരനായി കുടപ്പനക്കുന്ന് തറവാട്ടിൽ ചെല്ലാം, തങ്ങളെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി RSSന്റെ ദോഷങ്ങൾ ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അത് മലയാളി വിശ്വസിക്കില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത് പാലക്കാട്ടെ എല്ലാ രാഷ്ട്രീയം പറയുമ്പോഴും ആ രാഷ്ട്രീയത്തോടൊപ്പം ഉയർത്തിവെക്കുന്ന ഞങ്ങളുടെ നിലപാടാണ്. അതുകൊണ്ട് പ്രതിസന്ധിയിലായത് കോൺഗ്രസ് മാത്രമല്ല. അതുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഈ നോവിന് കാരണം? മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലായി, SDPI പ്രതിസന്ധിയിലായി, ജമാഅത്തെ ഇസ്ലാം പ്രതിസന്ധിയിലായി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ UDFനെ സഹായിക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന SDPക്കാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കും കഴുത്തിൽ ചങ്ങലയിട്ട് വലിക്കുന്നു സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെ കഴുത്തിൽ ചങ്ങലയിട്ട് വലിക്കുന്ന ആ വാര്യരെ ചുമക്കുന്ന SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ലീഗും തുറന്നു കാട്ടപ്പെടുന്ന പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. സർജിക്കൽ സ്ട്രൈക്കിൽ ഞങ്ങളാണ് മുന്നിൽ. പാലക്കാട് സർജിക്കൽ സ്ട്രൈക്കിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ സർജിക്കൽ സ്ട്രൈക്കിൽ അവിടെ CPM വിജയിച്ചോ? സരിഞ്ച് വിജയിച്ചോ? ഈ പറയുന്ന ഇന്ന് വന്ന ഈ പത്രപരസ്യത്തിൽ BJP ആരുടെ പക്ഷത്താണ്? ശ്രീ B ഗോപാലകൃഷ്ണൻ. വാസ്തവത്തിൽ എനിക്ക് സഹതാപവും പുച്ഛവും നികൃഷ്ടമായ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വിഷമവും തോന്നുകയാണ്. സമൂഹത്തിൽ തിരുത്തൽ ശക്തിയായി മാറേണ്ട മാധ്യമങ്ങൾ ഈ വർഗീയ ചേരിതിരിവിനെ അനുകൂലിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതിനോട് പോലും എനിക്ക് വിയോജിപ്പാണ്. കാരണം പാലക്കാട് നാളെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അവർ ചിന്തിക്കേണ്ടത് പാലക്കാടിൻ്റെ വികസനമാണ്.
പാലക്കാടിലെ നെൽകൃഷിക്കാരുടെ കാര്യങ്ങളാണ്, പാലക്കാടുമായി ബന്ധപ്പെട്ട KSRTC സ്റ്റാൻഡിൻ്റെ കാര്യമാണ്, പാലക്കാടുമായി ബന്ധപ്പെട്ട വിക്ടോറിയ കോളേജിൻ്റെ കാര്യമാണ്, പാലക്കാടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദി കൊടുത്ത 3800 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യുന്നത് എത്ര വിഷലിപ്തമായ ഒരു കാഴ്ചപ്പാടിലാണ്. ഞാൻ ചോദിക്കുന്നത്, വികസനമെല്ലാം മാറ്റി ഇതിൻ്റെ പേരാണോ മതേതര കേരളം? ഇതിനെയാണോ ഇത് കേരളമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ, ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഒരു പ്രത്യേക എല്ലാവരും അരിയാഹാരമല്ലേ കഴിക്കുന്നത്? മാതൃഭൂമിയിൽ കൊടുക്കാത്ത, മനോരമയിൽ കൊടുക്കാത്ത ഒരു പരസ്യം എന്തിന് സിറാജിൽ കൊടുത്തു, സുപ്രഭാതത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അതൊരു മതവിഭാഗത്തെ പ്രകോപിപ്പിക്കാനോ ആണ് എന്നുള്ളത് അറിയാത്തവർ ഈ നാട്ടിൽ ആരുമില്ല. എൻ്റെ ചോദ്യം, ഈ ഒരു മതവിഭാഗത്തിൻ്റെ പിന്നാലെയാണല്ലോ ഈ രണ്ട് മുന്നണികളും. എന്താ അവിടെ ഹിന്ദുക്കൾ കോട്ടില്ലേ? എന്താ അവിടെ ക്രിസ്ത്യാനികൾ കോട്ടില്ലേ? എന്താ അവിടെ വികസനം ആഗ്രഹിക്കുന്നവർ കോട്ടില്ലേ? അവരുടെ ഒന്നും കാര്യം ചർച്ച ചെയ്യുന്നേ ഇല്ലല്ലോ. ഇന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് മുനമ്പം വഖഫ് ഭൂമിയാണ്, പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം പല സ്ഥലങ്ങളും വഖഫ് ഭൂമിയാണ്, ഞങ്ങൾ പിടിച്ചെടുക്കും. അതെന്താ ചർച്ച ചെയ്യാത്തത്? എന്താ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വോട്ടില്ലേ? അവിടുത്തെ ഹിന്ദുക്കൾക്ക് വോട്ടില്ലേ? എന്തുകൊണ്ടാണ് അനിൽകുമാറിൻ്റെ പാർട്ടി ഈ സുപ്രഭാതത്തിലും ഈ സിറാജിലും ഇത് കൊടുക്കാൻ കാരണം? അത് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു നേതാവ്, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ ചേർന്നാൽ ആ പാർട്ടിയിൽ അംഗത്വം അത് സ്വാഭാവികമാണ്. ഞാനത് നിഷേധിക്കില്ല. ഇഷ്ടമുള്ള പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കാം. ഞങ്ങളുടെയിൽ നിന്ന് വഴിപിരഞ്ഞ് ആമാശയ ആർത്തി കൊണ്ട് ഒരാൾ കോൺഗ്രസിൽ ചേർന്നു. ആ കോൺഗ്രസിൽ ചേർന്ന ഒരാളെ വാസ്തവത്തിൽ വിടേണ്ടത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റു മാറ്റാൻ വേണ്ടി ഗാന്ധി പ്രതിമയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇന്ദിരാഭവനിലോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ മുമ്പിലോ പോയി ഒന്നൊരു മാലയിട്ട് വരാനാണ് പറയേണ്ടത്. അതിന് പകരം പറഞ്ഞയച്ച എവിടേക്കാ? പാണക്കാട്ടേക്കാ. ഇത്രയും കാലം പാണക്കാട്ട് പോയി ചോദിച്ചിട്ടാണോ കോൺഗ്രസ്സിലെ ആളുകളെയൊക്കെ എടുത്തിരുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അമൃതാനന്ദമയി മിഷനിലേക്ക് വിട്ടില്ലല്ലോ, NSSലേക്ക് വിട്ടില്ലല്ലോ, SNDPയിലേക്ക് വിട്ടില്ലല്ലോ, എന്തിനാ പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് വിട്ടത്? ഇക്കണക്കിന് പോയാൽ ഇന്ദിരാഭവൻ, നെഹ്റു ഭവൻ, ഗാന്ധി ഭവൻ പാണക്കാട് തങ്ങൾ ഭവനോ തങ്ങൾ മിനാരോ ആക്കി കേരളത്തിലെ കോൺഗ്രസ് ഓഫീസ് മാറ്റൂലേ ഇവര്? ഇതല്ലേ ഇവിടെ നടക്കുന്നത്? അത് അവർ ചെയ്തപ്പോൾ അതിന് പകരം കൊടുത്തതാണ് ഇടതുപക്ഷം ഈ അഡ്വർടൈസ്മെൻറ്റ്. അതവർ ചെയ്തു. വാസ്തവത്തിൽ അവരത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അവരത് ചെയ്തു. അതെന്തിനാ വിട്ടത്? ഈ ശുദ്ധികലശം പാണക്കാട് തങ്ങളുടെ മുമ്പിൽ പോയി പച്ചവെള്ളം ഓതിക്കുടിച്ച് ശുദ്ധികലശം ചെയ്ത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് എടുക്കുന്നു എന്ന് വരുത്താനുള്ള ശ്രമം കോൺഗ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് അവർ കാണിച്ചു. വാസ്തവത്തിൽ ഇത് നികൃഷ്ടമല്ലേ? ഇതാണോ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടത്? ഇതാണോ ഒരു തെരഞ്ഞെടുപ്പിൽ? ഹാഷ്മി, താങ്കളൊരു നല്ല ജേർണലിസ്റ്റ് അല്ലേ? താങ്കളോട് ഇന്ന് ആ പാലക്കാട്ടെ ഒരു വൃദ്ധനായ വയോധികൻ പറഞ്ഞത് ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഞാൻ 4 കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത്. എന്നിട്ട് ആഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആഷ്മിയോട് പറഞ്ഞു എന്ന് ഞാൻ പറയില്ല, താങ്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ ചതിയും വഞ്ചനയും ഈ ഇതൊന്നും വേണ്ട, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. വാസ്തവത്തിൽ ആ മനുഷ്യൻ, അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ്. ആ മനുഷ്യൻ പറഞ്ഞതല്ലേ ശരി? ഇവർ ചെയ്യുന്നത് ശരിയാണോ? താങ്കളോടാണ് പറഞ്ഞത്, ഞാനത് കണ്ടതാണ്. ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇതാണോ വേണ്ടത്? എന്തിനാണ് ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്തത്? അത് പാലക്കാട്ടേക്ക് വിട്ടതിന് മറുപടിയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയം ഈ സമീപനത്തിലേക്ക് ഒറ്റ സെക്കൻഡ് ഞാൻ ഒരു വരിയിലേക്ക് തീർത്തേക്കാം. ഇന്നത്തെ കേരള രാഷ്ട്രീയം മതവർഗീയവാദികളുടെ, മതഭീകരരുടെ കൈകളിലാണ്. ഒരു ചോദ്യം ചോദിച്ച് ഞാൻ നിർത്താം. ക്രിസ്ത്യാനികളോട് കുന്തിരിക്കാൻ സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു എന്ന് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പറഞ്ഞ SDPക്കാരനെ ഇപ്പോഴും താലോലിച്ച് കയ്യിൽ കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. അവൻ്റെ വോട്ട് വേണ്ട, ഈ ഭീകരവാദിയുടെ വോട്ട് വേണ്ട, സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് ഇവരെ ആരെങ്കിലും പറയോ? ധൈര്യമുണ്ടോ ജിൻഡോയ്ക്ക് പറയാൻ? ഞാൻ ജിൻഡോയിലേക്കാണ് മറുപടി കേട്ടത്. അത് ദീർഘനാളെ ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. ശരി ജിൻഡോ, എന്തുകൊണ്ടാണ് ഇന്ന് ആ പത്രപരസ്യം
വടകരയിലെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വെർഷനാണ് എന്ന് ഇന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞത് കേട്ടത്. ശ്രീ അനിൽകുമാറിനും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മറുപടി. ജിൻഡോ. തീർച്ചയായിട്ടും ആഷ്മി, എനിക്ക് ഈ കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഈ ചർച്ചയിലുടനീളം ഈ CPM-ന്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും ചോദ്യം ചോദിച്ചത് എന്നോടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആത്മാഭിമാനമാണ്. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയോട് BJP-യുടെയും CPM-ന്റെ പ്രതിനിധി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താങ്കളോട് മാത്രമല്ല, ഞാൻ അനിൽകുമാറിനോടും ചോദിച്ചിട്ടുണ്ട്. താങ്കളോട് മാത്രമല്ല, ഞാൻ അനിൽകുമാറിനോടും ചോദിച്ചിട്ടുണ്ട്. ശരി സാറേ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാൻ ചോദ്യം ചോദിച്ചില്ല എന്ന് പറയരുത്. അല്ല, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് മറുപടി ഉണ്ട്. താങ്കളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ട്. ഒന്നാമത്തെ അനിൽകുമാർ പറഞ്ഞത് LDF 1-ാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത്. ശരിയാണ്, LDF ഈ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്താണ്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ 1-ാം സ്ഥാനത്താണ്. എന്താ സംശയമുള്ളത്? അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരായ്ക്ക് നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത്? എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്? സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട്, കള്ളവോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ LDF 1-ാം സ്ഥാനത്ത് തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വ്യാജനെന്ന് നിരന്തരം വിളിക്കുന്നുണ്ട്. കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഈ വ്യാജൻ എന്ന് വിളിക്കുന്നതേ അത് സ്വാനുഭവത്തിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? കേരള പോലീസ് തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. അത് ഞാൻ വായിക്കാം. കായംകുളം MSM കോളേജിൽ ഡിഗ്രി ജയിക്കാതെ, BCom ജയിക്കാതെ MCOമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട്, നിഖിൽ തോമസ്. നിങ്ങൾ അറിയുമായിരിക്കും. കാട്ടാക്കട കോളേജിൽ UUC ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് UUC ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖുണ്ട്. നിങ്ങൾ അറിയുമായിരിക്കും. അല്ലെങ്കിൽ 2 കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ 2 സർക്കാർ കോളേജിൽ ജോലിയെടുത്ത് ശമ്പളം വാങ്ങിയ K വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയ മറ്റേ K വിദ്യയില്ലേ അവർ. പിന്നെ വേറൊരു ഇതുണ്ട്, 12 വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെൻറ്റ് കൊടുത്ത, സ്വജനപക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത, എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും. അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താ ജെറോം നിങ്ങൾ അറിയുമായിരിക്കും. ശങ്കരാചാര്യരുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിന് ശേഷം PSC മെമ്പറായിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് നിങ്ങൾ അറിയുമായിരിക്കും. വ്യാജ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. വ്യാജ പരാതി ഉണ്ടാക്കിയ AKG സെൻറ്ററിലെ വ്യാജന്മാരെ നിങ്ങൾ അറിയുമായിരിക്കും. ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തെയും നിങ്ങൾ അറിയുമായിരിക്കും. ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയക്കുട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെക്കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനിയില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി? അതും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട ഒപ്പുണ്ട്. ദേശാഭിമാനി എന്നൊക്കെ പറയാമോ? ഒരു പത്രമല്ലേ? അല്ല, ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി? ഞാൻ ആ പത്രത്തിലല്ലോ പറഞ്ഞേ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കതിൽ തിരുത്താനൊന്നുമില്ല. അത് ഓരോരുത്തർക്കും അല്ല, ഓരോരുത്തർക്കും തോന്നുന്ന പോലെ എടുക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇല്ലാത്ത വാർത്ത കൊടുത്ത ഒരു പാവപ്പെട്ട മറിയക്കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭിമാനം എന്ന് തന്നെ പറയും. അതിലൊരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. 2, എനിക്ക് ഇരട്ട ഒപ്പുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്? നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്തന പറഞ്ഞേ, മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട്, മറ്റ് പലതും 2 കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ വ്യാജന്മാരുടെ കഥ അനിൽകുമാർ അധികം പറയണ്ട. ഇനി അടുത്തത്, നിങ്ങൾ ഈ നീലപ്പെട്ടി തിരഞ്ഞുകൊണ്ട് കുറേ നേരം ആ ഹോട്ടലിൻ്റെ പുറത്ത് നിന്നല്ലോ നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കിക്കുന്ന പട്ടികളെ എന്നുള്ള ഇൻവെർട്ടഡ് കോമ വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നില്ലേ? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കാമെന്ന്. ഈ കാക്കി
ട്രൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സഖാവാക്കി മാറ്റാൻ പറ്റുമെന്ന് AK ബാലൻ പറഞ്ഞത്? ഈ ട്രൗസർ അഴിച്ചു മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത്? അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കാക്കി ട്രൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ? വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്കും അറിയാം, അത് മറക്കരുത്. പിന്നെ ആശയങ്ങളെയല്ലേ ഒരു മനുഷ്യന് തള്ളി പറയാൻ പറ്റുള്ളൂ. ആശയങ്ങളെ തള്ളി പറയുന്നതിന് പകരം അദ്ദേഹത്തിന് ഉടുതുണി അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ ആശയത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? കാക്കി ട്രൗസർ അഴിച്ചു മാറ്റുന്നതിലല്ല ഒരാളുടെ ആശയ മാറ്റം ഉണ്ടാകുന്നത്. അയാൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വർഗീയ വിഷം തുപ്പുന്നതാണ്. ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ ഇന്ന് മുതൽ തിരുത്തുന്നു എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾ ദർശിക്കേണ്ടത്. അത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയി. പിന്നെ നിങ്ങൾ പറഞ്ഞ കുപ്പായം അഴിച്ചു മാറ്റിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OK വാസു അങ്ങനെയാണോ നിങ്ങൾ എടുത്തത്? അശോകനെ നിങ്ങൾ അങ്ങനെയാണ് എടുത്തത്? നിങ്ങളുടെ ഒരുപാട് സഖാക്കന്മാരെ ബലി കൊടുത്ത ആളുകളല്ലേ, അങ്ങനെയാണ് എടുത്തത്. അതുപോലെ സുധീഷ് ബിനിയെ നിങ്ങൾ എടുത്തത് ഈ പറഞ്ഞ ട്രൗസർ അഴിച്ചു മാറ്റി ദാർശനിക പൗരുഷം തിരിച്ചറിഞ്ഞിട്ടാണോ? അപ്പൊ അത്തരം വർത്തമാനമൊന്നും പറയണ്ട. ഇനി ഒരു കാര്യം കൂടി ഹാഷ്മി എനിക്ക് പറയാനുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി ചോദിച്ചെന്താ പറഞ്ഞതെന്താ? ഈ സന്ദീപ് വാര്യർ പോയി കുമ്പിടേണ്ടത് ഗാന്ധി പ്രതിമയ്ക്ക്. സുധീഷ് മിന്നിയുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ട്. അത് OK വാസുവിന്റെ കൂട്ടത്തിൽ കണക്കാക്കരുത്. സുധീഷ് മിന്നി RSS അകത്ത് നിന്ന് RSSനോട് കടുത്ത വിയോജിപ്പിൽ RSSനോടുള്ള പ്രത്യയശാസ്ത്ര പ്രശ്നത്തിൽ ഇറങ്ങി വന്നതാണ്. OK വാസുവിനെ പോലെയല്ല. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, സന്ദീപ് വാര്യർ ആദ്യം പോയി കുമ്പിടേണ്ടത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലാണെന്ന്. തീർച്ചയായിട്ടും ശരിയാണ്, ഒരു തർക്കവും അതിലില്ല. കാരണം BJPയുടെ പ്രതിനിധിക്ക് പോലും ബോധ്യമുണ്ട് BJP വിട്ടുവരുന്ന RSS വിട്ടുവരുന്ന ആളുകൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പോയി കുമ്പിടണമെന്ന്. കാരണം ഗാന്ധി വിരുദ്ധതയാണ് BJPയും RSSും ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ള തിരിച്ചറിവ് BJPക്കാർക്ക് പോലും ഉണ്ട്. ഞങ്ങൾ സന്ദീപ് വാര്യരോട് പറയും, നിങ്ങൾ ഗാന്ധി പ്രതിമയിൽ പോയി മാലയിടണമെന്ന് ഞങ്ങൾ പറയും. BJPയുടെ നേതാവ് അത് ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നാളെ പാലക്കാട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മനുഷ്യർ ഇത് കാണുന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഹാഷ്മി. ഇവിടെ ഈ BJPക്കാർക്കും CPMകാർക്കും ഇത്രത്തോളം ഹാലിളകാൻ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം BJPയും CPMും ലിവിങ് ടുഗദറില്ല. അത് CJP ആണ്. ഇവർ സഖാക്കളും സംഘികളുമല്ല, സംഘാക്കളാണ്. സഖാക്കളുടെയും സംഘികളുടെയും സങ്കര ഇനമായ സംഘാക്കൾക്ക് സന്ദീപ് വാര്യർ ഈ RSSൽ നിന്നും BJPയിൽ നിന്നും കോൺഗ്രസിൽ വന്നതിനെ കുറിച്ച് കൂട്ടക്കരച്ചിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കും, ഇവർ പിഴപ്പ് പറഞ്ഞു പരത്തും, ഇവർ വെറുപ്പ് പരത്തും, ഇവർ എന്തും പറയും. നല്ല ചെറുപ്പക്കാരെ കുറിച്ച് മോശമായതെല്ലാം പറയും. അതെല്ലാം പറയുന്നത് ഇവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്, അത് പൊതു രീതിയുടെ ഭാഗമാണ്. അതിന് ആ രീതിയിൽ കാണാനുള്ള കരുത്ത് പാലക്കാട്ടിലെ മതേതര വിശ്വാസികളായ മുഴുവൻ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം, UDFന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ 8.5 വർഷക്കാലം നിരന്തര പോരാട്ട സമരങ്ങൾ നടത്തിയ ഞങ്ങൾക്കുള്ള വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഓക്കെ ശ്രീ അൽകുമാർ, ഇവിടെ വടകരയിലെ ആ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിലേക്ക് എത്തിച്ചു ആ ചർച്ച UDF. ആ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് അന്വേഷിച്ച് ലാസ്റ്റ് റിബേഷ് എന്ന് പറയുന്ന ഒരു DYFI നേതാവ് എത്തി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല, ഇതുവരെ ഒരു വ്യക്തതയില്ല. ഇനി വ്യാജ ID കാർഡ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ FIR ഇല്ല. ഇനി കള്ളപ്പണം കൊടുക്കുന്ന കേസാണെങ്കിൽ ഒറ്റ FIR പോലും ഇല്ല. അതിനൊക്കെ ചേർത്ത് മറുപടി പറഞ്ഞോളൂ ശ്രീ അൽകുമാർ. അല്ല, വ്യാജ തിരിച്ചൽ കേസിലെ പ്രതിയാണല്ലോ ഫെനി നൈനാൻ. ആ മഹാനെ കുറിച്ച് തന്നെ ഇപ്പോൾ ഈ ചർച്ചയിലൊന്നും പറയാത്തത്. നീലപ്പെട്ടി നമ്മളാരും തുറന്നിട്ടില്ല. നീലപ്പെട്ടിയിൽ വസ്ത്രമാണ് ഹാഷ്മി മനസ്സിലാക്കിയോ? നീലപ്പെട്ടിയിൽ എന്നായിരുന്നു അറിയണമെങ്കിൽ നീലപ്പെട്ടി കൊണ്ട് ഓടുന്നതിന് മുമ്പ് കാണിക്കണമായിരുന്നു. അല്ല, അത് പോലീസ് മനസ്സിലാക്കണം. 100 മീറ്റർ ഓടാൻ അതിനാണല്ലോ പോലീസ് ഉള്ളത്. അനിൽകുമാർ, ലോകത്തെ ആദ്യത്തെ വിദ്വാന്റെ പേരാണ് വ്യാജ പാലക്കാട്. ഏത് എൻ്റെ കാശ്മീർ, ഞാൻ ചർച്ച മറുപടി പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇടപെടാവും. നിങ്ങൾക്കൊരു മാന്യതയുള്ള ആളല്ലേ? ഇത്ര നേരം ഞങ്ങൾക്കിതിരെ ഇവിടെ പ്രസംഗിച്ചല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്നാ സംശയം ഉണ്ടാകാഞ്ഞേ? കുറേ കള്ളത്തരങ്ങളിലൂടെ പറഞ്ഞല്ലോ. ഞാൻ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവരെ ആരെയും ഞങ്ങൾ പാർലമെൻറ്റിലോ പാലക്കാട്ടോ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അതിനെല്ലാം നല്ല മറുപടിയുണ്ട്. പക്ഷെ ഇന്നത്തെ രാത്രി അതിനുള്ളതല്ല. ആ പറഞ്ഞ ലിസ്റ്റിൽ നല്ല മറുപടി അവർക്കുണ്ട്. അത് ഇന്നത്തെ രാത്രി അതിനുള്ളതല്ല. അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, പിന്നെ കൊടുത്തോളാം. ഇപ്പം നമ്മൾ പറയുന്നത് വ്യാജനെക്കുറിച്ചാണ്, പാലക്കാട്ടെ വ്യാജനെക്കുറിച്ചാണ്. ആ വ്യാജനെ ഞങ്ങൾ പൊളിച്ചു കാണിച്ചു. ഹാഷ്മിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. നീലപ്പെട്ടി പറഞ്ഞപ്പോൾ ആ പെട്ടി പിടിച്ചോണ്ടിരുന്ന ഫെനി നൈനാൻ ഒരു കേസിൽ പ്രതിയല്ലേ? ഏത് കേസിലാണ് പ്രതി? വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ദേശദ്രോഹി. ആ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ദേശദ്രോഹി കൊണ്ടുകിടന്ന പെട്ടി പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് പോലീസിൻ്റെ പരാജയമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, മറുഭാഗത്ത് ആ പെട്ടി കൊണ്ട് ഓടിയ വിദ്വാനാണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അതാണ്, ആ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ പറഞ്ഞ കുറേ പേരുകാരെ കുറിച്ച് ഞാൻ ചർച്ചയ്ക്ക് പോകാത്തത്. ആ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ മനുഷ്യർക്ക് തിരിച്ചറിഞ്ഞു. ആ വ്യാജനെ പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞു. അതിലാണ് ഞങ്ങളുടെ വിജയം.
ആ വിജയമുണ്ടാകുമ്പോൾ നീലപ്പെട്ടിയിലൂടെ ഫെനി നൈനാനിലേക്കും ഫെനി നൈനാനിലൂടെ വ്യാജ സ്ഥാനാർത്ഥിയിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞു. ആ വ്യാജനെ പാലക്കാടിന് വേണ്ട എന്ന് ഹാഷ്മി കണ്ടിട്ടുണ്ടോ? പൂത്ത ബ്രെഡ് വ്യാജൻ, ഈ വ്യാജൻ ഉണ്ടാക്കിയത് അതിനെ വിട്ടുപോയത് പറയാൻ. ഇദ്ദേഹം പറയാൻ വിട്ടുപോയത് പൂത്ത ബ്രെഡ്. വയനാട്ടിൽ സർക്കാർ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇടയിൽ പൂത്ത ബ്രെഡ് എവിടുന്ന് വന്നു? അത്രയും നിന്ദ്യനും നികൃഷ്ടനും ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ പാലക്കാട്ടെ നിഷ്കളങ്കരായ മനുഷ്യർ വിശ്വസിക്കില്ല. ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇനി എന്താ ഇവർക്ക് പൊള്ളാൻ കാരണം? ഞങ്ങൾ ഈ കോലാഹലം നടത്തുമ്പോൾ ഞാൻ ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞു, BJPക്കെതിരായ ഞങ്ങളുടെ യുദ്ധം ശക്തമാണ് എന്നതുകൊണ്ടാണ്. BJPക്കകത്തൊരു കലഹമുണ്ടായപ്പോൾ കോൺഗ്രസ് മിണ്ടാതിരുന്നു. ഞങ്ങൾ ശബ്ദിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൊള്ളാം. AK ബാലൻ പറഞ്ഞതും അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിലെ അറ്റവും മുറിയെടുത്തിട്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഉപയോഗിച്ചു, മാധ്യമങ്ങൾ ഉപയോഗിച്ചു. കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം BJPയെ പൊളിക്കലായിരുന്നു. BJPക്കകത്തുള്ള ഭിന്നിപ്പിനെ ശക്തിപ്പെടുത്തിയ ഞങ്ങളാണ്. അതിന് ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ആരും. ആ സർജിക്കൽ സ്ട്രൈക്ക് ഞങ്ങളുടെ ചങ്കത്താന്ന് പറഞ്ഞതിനാണ് തിരിച്ചു കൊടുത്തത്. അത് മനസ്സിലാക്കണം. മിനിഞ്ഞാന്ന് ഈ പരിപാടി നടത്തിയിട്ടത് BJPക്കെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്നല്ല, CPMനെതിരെയുള്ള സ്ട്രൈക്ക് എന്നാണ് ചില ആളുകൾ പറഞ്ഞത്, മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചത്. അപ്പം എന്നാൽ നിങ്ങളൊക്കെ പിടിച്ചോ, ട്രോഫി നിങ്ങളെടുത്തോ, സന്ദീപ് വാര്യരെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സാധനം? അത് മാൻഡ്രേക്കിൻ്റെ ആ തല പോലെ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന സാധനം നിങ്ങൾക്ക് പാരയാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്താനാണ് ഈ പരസ്യം വന്നത്. അത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞപ്പോൾ ഒരു മതേതരത്വമൊക്കെ പറഞ്ഞു. എനിക്ക് തീരെ മനസ്സിലായില്ല. പാലക്കാട്ട് വെട്ടിക്കൊലപാതകങ്ങൾ, ഒരു ഭാഗത്ത് RSS, മറുഭാഗത്ത് SDPI, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI, ഇനിയും നിരോധിക്കാത്ത ഗാന്ധി ഹത്യയിൽ നിരോധിക്കപ്പെട്ട RSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ BJP, രണ്ടു കൂട്ടരും തമ്മിൽ മത്സരം. SDPയുടെ വോട്ട് വേണോ വേണ്ടയോ? 1000 തവണ ചോദിച്ചാലും SDPയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയില്ല, സതീശൻ പറയില്ല, കോൺഗ്രസ്സുകാർ പറയില്ല. എന്താ പറയാത്ത കാര്യം? ഞാൻ ചോദിക്കുന്നത് പോട്ടെ, നിങ്ങളാരും പറയണ്ട. നാളെ രാവിലെ 10 മണിക്കകം സന്ദീപ് വാര്യരെ കൊണ്ട് SDPക്കെതിരെ പ്രസ്താവന നടത്തിക്കാവും. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് പങ്കുതിയെ. നിങ്ങൾ നാളെ ഗാന്ധി പ്രതിമ മാലയിടാൻ പൊക്കൂ. ഓർപ്പിച്ചതിന് നന്ദി പറഞ്ഞു. നിങ്ങൾ ഗാന്ധി പ്രതിമ പോകും മുമ്പേ ആ കുന്തിരിക്കം കരുതിക്കോ, അവലും മല്ലും കരുതിക്കോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ചല്ലോ ഈ ആലപ്പുഴയിൽ. സഖാവ് പിണറായി വിജയൻ്റെ പോലീസ് അകത്തിട്ടപ്പോൾ പറഞ്ഞെന്താണ്? സംഘി വിജയൻ, പിണറായി വിജയൻ സംഘി വിജയനാണ് വിളിക്കുന്ന SDPI. ആ SDPയുടെ വോട്ട് അമൃത് പോലെ വിഴുങ്ങാൻ വരുന്ന ആ SDPയും അതിനോടൊപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങൾ കൊടുത്ത ട്രോഫിയാണ് പരസ്യം. നിങ്ങൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന, ഇന്നത്തെ കോൺഗ്രസിൻ്റെ കൂടെ നിങ്ങൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന സാധനം എന്ത്? അതുകൊണ്ട് സന്ദീപ് വാര്യരെ വെല്ലുവിളിക്കുന്നത് നാളെ SDPയെ തള്ളി പറയുമോ? മിണ്ടില്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ നാക്കിറങ്ങിപ്പോയി. സന്ദീപ് വാര്യരുടെ നാക്കിറങ്ങിപ്പോകാൻ കാരണം എന്താണ്? വർഗീയതയുടെ വിഷം തുപ്പുമ്പോൾ നിങ്ങൾ BJPയെ തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോൾ, സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ കടയുടെ നടത്തിപ്പുകാരൻ ഇന്ന് SDPയാ. പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ കടയുടെ നടത്തിപ്പുകാരൻ SDPയാണ്. ആ SDPക്കാരന് ഇരിക്കുന്ന സ്നേഹത്തിൻ്റെ കടയിലാണ് സന്ദീപ് വാര്യർ ചെന്നുപെട്ടത്. അവിടെയാണ് കണ്ണാടിയിൽ ഒരാളെ വെട്ടിക്കൊന്നത് SDPI. മറുഭാഗത്ത് അപ്ര കൊലപാതകം, ഇപ്ര കൊലപാതകം, എത്ര കൊലപാതകം RSS SDPയും കൂടെ നടത്തി. അവിടെ സമാധാനം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. പാലക്കാട്ടുകാർക്ക് സമാധാനം വേണോ? വേണമെങ്കിൽ SDPI മുന്നണിയെ തകർക്കണം, ജമാഅത്തെ ഇസ്ലാമി മുന്നണിയെ തോപ്പിക്കണം. അതിന് പാലക്കാട്ടുകാരെ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന വർഗീയതയാണോ? ശരി, RSSന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അങ്ങപ്ര പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ പോയി ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് വർഗീയതയാണോ? അല്ല സി അൽകുമാർ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നമ്മൾ ഒരു തവണ ഏറ്റുമുട്ടി, എനിക്ക് ആവർത്തിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇത്ര ആർജവത്തോടെ പറയാൻ കഴിയുക? 2004 മുതൽ 2011 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ വാഴ്ത്തി പ്രകീർത്തിച്ച് മുഖപ്രസംഗം എഴുതിയ പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി. അതിൻ്റെ അമീറിനെ കണ്ട ആളുടെ പേര് പിണറായി വിജയൻ. അമീറിനെ കണ്ടതിന് എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര വേവലാതി എന്ന് ചോദിച്ച ആളുടെ പേര് പിണറായി വിജയൻ. പല തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ജമാഅത്തിൻ്റെ പിന്തുണ അവരുടെ പത്രമാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക്. സാറേ, ഒരു കാലത്ത് കലവറയില്ലാതെ ജമാഅത്തിൻ്റെ സ്നേഹം കിട്ടിയവരാണ് നിങ്ങൾ. ശരൽകുമാർ, SDPയുടെ കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ 100% അംഗീകരിക്കുന്നു. ജമാഅത്തിനെ നിങ്ങൾക്ക് അത്ര കൺവിക്ഷനോടെ, അത്ര രാഷ്ട്രീയ സത്യസന്ധതയോടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണ് ഹാഷ്മിക്ക് തെറ്റി എന്താണെന്ന് വെച്ചാൽ, എന്താണ് ജമാഅത്തെ ഇസ്ലാമി
ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അല്പമെങ്കിലും ഒരു എതിർപ്പില്ലാ നയം സ്വീകരിച്ചത്? പിന്തുണ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, എതിർപ്പില്ലാ നയം സ്വീകരിച്ചത് അത് ഞങ്ങളുടെ തത്വശാസ്ത്രത്തോടുള്ള അവരുടെ പിന്തുണയല്ല. ബാബർ മസ്ജിദ് തകർത്തപ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസിനെ ചുമന്നുകൊണ്ടിരുന്നവർ കോൺഗ്രസിന് ചുമക്കാൻ തയ്യാറായില്ല. ശരി, അങ്ങനെ ദേശാഭിമാനി എന്തിനാണ് മുഖപ്രസംഗം എഴുതി സാർ? ഇത് പാർട്ടിയുടെ മുഖപ്രസംഗമല്ലേ? ദേശാഭിമാനി പാർട്ടിയുടെ മുഖപത്രമല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയതിനെ വാഴ്ത്തിക്കൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ മുഖപ്രസംഗമാണ്. ഇത്രത്തോളം ഭീകരവാദികളാണെങ്കിൽ, ഇത്രത്തോളം നിന്ദരും നികൃഷ്ടമാണെങ്കിൽ പിണറായി വിജയൻ പോയി അമീറുമായി കൂടിക്കാഴ്ച നടത്താവോ? പിണറായി വിജയൻ ഈ ഭീകര അമീറുമായി കൂടിക്കാഴ്ച നടത്താവോ? നിങ്ങൾക്ക് തെറ്റിയത് എവിടെയാന്ന് വെച്ചാൽ തെറ്റിയ പോയിന്റ് പറയാം. ജമാഅത്തിന്റെ കാര്യം തെറ്റി നിങ്ങൾക്കാണ്. SDP ഞാൻ അങ്ങേക്ക് സമ്മതിക്കുന്നു. തെറ്റിയത് എവിടെയെന്ന് വെച്ചാൽ ബാബർ മസ്ജിദ് നിങ്ങൾക്ക് തെറ്റിയെന്ന് വെച്ചാൽ ബാബർ മസ്ജിദ് പൊളിച്ചത് ജാംബവാന്റെ കാലത്താണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഈ ജാംബവാന്റെ കാലത്തേക്ക് ബാബർ മസ്ജിദ് പൊളിച്ചതെന്ന് പറയുമ്പോൾ നരസിംഹറാവുവിൻ്റെ കാലത്താണ് പൊളിച്ചത്. അതിന് ബാബർ മസ്ജിദിൽ വിഗ്രഹം വെക്കാൻ ഇടം കൊടുത്തത് ഏത് കാലത്താണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. അവിടെ ആദ്യമായിട്ട് തുറന്നു കൊടുത്തത് 2006 രാജീവ് ഗാന്ധിയുടെ ഭരണം. 1886 രാജീവ് ഗാന്ധി ഭരിക്കുമ്പോൾ അവിടെ ശിലാപൂജ നടത്താൻ 1880 ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിലുള്ള ഭൂതകാല ബാന്ധവങ്ങളെ പറ്റി പറയുമ്പോഴേക്കും ബാബറിയിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇതിനൊക്കെ രേഖാപരമായ തെളിവുകളുള്ളതാണ്. ഈ പിണറായി വിജയൻ ജമാഅത്തിന് അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് പറയുമോ ശ്രീ KL കുമാർ? ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി അതിന്റെ മുഖപത്രത്തിൽ എഴുതിയിട്ടില്ല മുഖപ്രസംഗം എന്ന് പറയുമോ ശ്രീ KL കുമാർ? ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ച പരസ്യ പിന്തുണ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുമോ CPM? ഇതൊന്നും ഒരുപാട് നാൾ മുമ്പല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാം മോദി സർക്കാർ അധികാരം ഏൽക്കുന്നത് വരെ എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു. എനിക്കറിയുന്നൊരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഏതെങ്കിലും അമീറിനെ കണ്ടതായി എനിക്കറിയില്ല. മുഖപ്രസംഗത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ആ മുഖപ്രസംഗം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് ബാബർ മസ്ജിദ് പൊളിച്ചു വീഴ്ത്തിയിട്ടും അതിന് കൂട്ടുന്ന കോൺഗ്രസിന്റെ നയത്തെ മറന്ന് അധികാരത്തിന്റെ കസേരയിൽ അമർന്നിരുന്ന ലീഗിനെ വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ അല്ല, ബാബരൊന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്നാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. ശ്രീ അൽകുമാർ, ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം പറയുന്നില്ല കാര്യത്തിൽ. അത് ഇലക്ഷനിൽ CPM-ന് കൊടുത്ത പിന്തുണയെ വാഴ്ത്തിപ്പാടുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ആഗോള ഭീകര സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആഗോള ഭീകര സംഘടനയുടെ അമീറിനെ കൂടിക്കാഴ്ച കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ. അങ്ങേക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ അയച്ചു തരാം, ചിത്രം അയച്ചു തരാം. SDP-യുടെ കാര്യം നിങ്ങൾ ആർജവത്തോട് പറയൂ. നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ കോട്ടാങ്ങൽ ഒരു പഞ്ചായത്ത് അവരുടെ നിങ്ങൾ ഭരിക്കുന്നു, കാര്യം ശരി. പക്ഷെ നിങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ജമാഅത്തിന്റെ കാര്യത്തിൽ ശൽകുമാർ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ലെന്നേ. നിങ്ങൾ യഥേഷ്ടം കലവറയില്ലാതെ ജമാഅത്തിന്റെ സ്നേഹം വാങ്ങിയവരാണ്. ആദ്യം ഹാഷ്മി പറഞ്ഞ കള്ള അങ്ങ് തിരുത്തണം, പച്ചക്കള്ള അങ്ങ് തിരുത്തണം. എന്താണ് എന്താ പച്ചക്കള്ളം തിരുത്തേണ്ടത്? എന്താണ് തിരുത്തേണ്ടത്? കോട്ടാങ്കൽ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നു. എന്താണ് പച്ചക്കള്ളം? എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ നിശ്ചിത ജനപ്രതിനിധികളുണ്ട്. ഞാൻ പറയാം, ഞങ്ങൾക്ക് SDP വോട്ട് ചെയ്തു. SDP-യോട് ഞങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടില്ല. SDP വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോൾ ഞങ്ങൾ രാജിവെച്ചു. വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വന്നു. വീണ്ടും ഞങ്ങളുടെ സ്വന്തം കാലിൽ വോട്ട് ചെയ്തിട്ട് പറഞ്ഞു SDP വോട്ട് വേണ്ട. SDP-കാർ ഞങ്ങളെ വിട്ടിലിടാൻ വേണ്ടി വോട്ട് ചെയ്തു. ഞങ്ങൾ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇന്ന് കോട്ടാങ്ങൽ CPM ഭരിക്കുന്നെങ്കിൽ ആരുടെ പിന്തുണയിലാണ്? ഞാൻ ചോദിക്കുന്നത്, ഞാനത് ഇഷ്യൂ ആക്കുകയല്ല. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്കത് പറയാനുള്ള അവകാശം ഞാൻ പറയുന്നുള്ളൂ. SDP-യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷെ കോട്ടാങ്ങലിൽ ഭരിക്കുന്നത് ഈ 2 SDP അംഗങ്ങളുടെ പിന്തുണ ഒരു കള്ളമല്ല കാര്യത്തിൽ, ഒരു കള്ളവാക്കരുത്തില്ല. അവിടെ അധികാരത്തിൽ നിന്ന് BJP മാറ്റി നിർത്തലാണ് ലക്ഷ്യം. പക്ഷേ CPM ഇന്ന് ഭരിക്കുന്നത് 2 SDP അംഗങ്ങളുടെ പിന്തുണയിലല്ലെന്ന് പറയാമോ? എന്ത് കള്ളം? അത് കള്ളം നല്ല നിന്നെ പറയേണ്ടത്. ഇന്ന് ഭരിക്കുന്നുണ്ട്. നിങ്ങൾ വെളിവില്ലാതെ കള്ളം പറഞ്ഞാൽ താങ്കളാണ് സാർ വെളിവില്ല കള്ളം പറയുന്നത്. ഇല്ലാത്ത കാര്യം പറയല്ലേ? ചുമ്മാ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞിട്ട് ചുമ്മാ വെളിവില്ലാന്ന് പറഞ്ഞേക്കല്ലേ? ഞാൻ പറയട്ടെ, എന്റെ വാദം പറയട്ടെ. ഞാൻ പറയുന്ന SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട് SDP-യുടെ പിന്തുണ വേണ്ട? എന്തുകൊണ്ട്? അതിന് കാരണം ഞാൻ പറയാം. ഞങ്ങൾ ഇന്ന് രാജിവെച്ചാൽ എന്താ സംഭവിക്കുക? വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ആ മത്സരത്തിൽ രാജിവെക്കുന്ന ഞങ്ങൾ പുറത്താവുകയും
തൊട്ട് താഴെ നിൽക്കുന്ന BJP പ്രസിഡന്റ് സ്ഥാനം വരികയും സാർ ചെയ്യും. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞോളൂ. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞത്. പിന്തുണ വേണ്ടെന്ന് 1000 വട്ടം പറഞ്ഞിട്ടും BJPയെ സഹായിക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും 2 തവണ ഞങ്ങൾ വോട്ട് ചെയ്ത SDPI നിന്ദ്യമായ നികൃഷ്ടമായ BJP ദാസ്യത്തിന്റെ ഭാഗമായി BJPയെ പ്രസിഡന്റാക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി എനിക്ക് ഇടപെടലേക്ക് പോകണം. BJP പരസ്യമായി പ്രഖ്യാപിക്കാൻ നാളെ അവിടെ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകിയില്ലെങ്കിൽ BJP അധികാരത്തിലേക്ക് വരും. SDPIയുടെ ലക്ഷ്യം അത് തന്നെയാണ്, BJP അധികാരത്തിലേക്ക് വരാതിരിക്കുക. ഞാൻ പറഞ്ഞത് ഒരു വസ്തുതാവിരുദ്ധയില്ല. താങ്കൾ ഇന്നൊന്ന് വിളിച്ചു ചോദിക്കൂ, കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഇന്ന് CPM ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് 2 SDPI പിന്തുണയുണ്ട്. ശരൽകുമാർ, ഒരു കള്ളമല്ലത്, സത്യമാണത്, വസ്തുതയാണ്. എങ്ങനെയാണ് പച്ചക്കള്ളമാവുന്നത്? അത് തെറ്റ്. അത് ശരി. ഞാൻ പറയുന്നത് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും, സത്യം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ 2 തവണ രാജിവെച്ചു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജിവെച്ചു. പക്ഷെ ഇന്നും അവിടെ CPM ഭരിക്കുന്നത് എങ്ങനെയാണ്? SDPI പിന്തുണയിലാണ് അല്ലെന്ന് പറയാൻ പറ്റും? അതങ്ങനെ അവസ്ഥാവിരുദ്ധമാവുന്നേ. അപ്പം ഹാഷ്മിക്ക് വെളിവ് കിട്ടിയല്ലോ, ഇപ്പം ബോധം വന്നല്ലോ. ഞങ്ങൾ 2 തവണ രാജിവെച്ചു എന്ന സത്യം നിങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് അത് തന്നെയാണ്. ഈ മണിക്കൂറിൽ കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നെങ്കിൽ അത് SDPI പിന്തുണയിലാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് വസ്തുതാവിരുദ്ധ ഇല്ല. താങ്കളാണ് വെളിവുകേടെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇല്ലില്ല SDPIയുടെ പറയട്ടെ സാർ, നിങ്ങൾ ഇപ്പോഴാണ് അതിലേക്ക് വന്നത്. SDPIയുടെ പിന്തുണയിലാണ് ഞങ്ങൾ ഭരിക്കുന്നത്. ഞങ്ങൾ അതിനെ രാജിവെച്ചത് ഞങ്ങൾ ആഗ്രഹിക്കാതെ, ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ SDPI വോട്ട് ചെയ്യുന്ന എന്തിനാ? ഞങ്ങളെ വെട്ടിലാക്കാനാ? ഇനി 3ാം തവണ രാജിവെച്ചാൽ ഹൈക്കോടതിയുടെ പുതിയ വിധി പ്രകാരം തൊട്ടടുത്തയാൾ പ്രസിഡന്റ് ആകും. അത് BJPക്കാരനെ പ്രസിഡന്റ് ആക്കാൻ SDPക്കാരൻ ഞങ്ങളെ വെട്ടിയിടാൻ വരുന്നത് SDPIയുടെ പിന്തുണയിലാണ് എന്ന് നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്ന കള്ളമല്ല സാർ. അത് കള്ളമാവുന്നത് എങ്ങനെയാണ്? അതിന്റെ അവരുടെ രാഷ്ട്രീയ തന്ത്രം എന്താണെങ്കിലും, നിങ്ങളുടെ നിസ്സഹായത എന്താണെങ്കിലും, എന്താണ് കാരണമെങ്കിലും, ഞാൻ ഈ രാത്രി പറയുന്നത് എന്താണ്? ഈ മണിക്കൂറിൽ കോട്ടാങ്ങൽ CPM ഭരിക്കുന്നെങ്കിൽ അതിന് 2 SDPI അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കള്ളമെന്ന് എങ്ങനെയാണ്? ശരൽകുമാർ, താങ്കൾ വെറുതെ കള്ളം എന്ന വാക്ക് ആവർത്തിച്ചോണ്ടിരിക്കല്ലേ? അത് കള്ളമല്ല. താങ്കൾ അതിനെ വിശദീകരിക്കൂ, അത് രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കൂ. നിങ്ങൾ പച്ച കള്ളം പറഞ്ഞു. എന്താ കള്ളം പറഞ്ഞത്? ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. താങ്കൾ കാര്യം മനസ്സിലായി. താങ്കൾ വെറുതെ കള്ളം എന്ന വാക്ക് വ്യാജമായി ആവർത്തിക്കുന്ന കാര്യമില്ല. ആ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞു. 2 തവണ രാജിവെച്ചു. എന്നിട്ടും രാജിവെച്ചാൽ നാളെ BJPക്കാരൻ പ്രസിഡന്റ് ആകും. കോടതി വിധി എങ്ങനെയാണ്? സാറേ, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് ആക്കാതിരിക്കാൻ SDPIയുടെ പിന്തുണയിലല്ല. ശരൽകുമാർ, ഞാൻ പറഞ്ഞ കാര്യം അത് മാത്രമേ ഉള്ളൂ. 2 തവണ നിങ്ങൾ രാജിവെച്ചു, 1 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ്. 3ാം തവണയും നിങ്ങൾ ഭരിക്കുന്നത് 2 SDPI അംഗങ്ങളുടെ പിന്തുണയിലാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് കള്ളമാവുന്നത് എങ്ങനെയാണ്? അതിന്റെ പിന്നെ രാഷ്ട്രീയ സാഹചര്യം താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. അതിന്റെ പിന്നെ രാഷ്ട്രീയ സാഹചര്യം BJP അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ SDPI നിങ്ങൾക്ക് പിന്തുണ തരുന്നു, സത്യമാണത്. പക്ഷെ ഭരിക്കുന്നതിൽ ഈ പിന്തുണ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് കള്ളമെന്ന് പറയല്ലേ സാർ? കള്ളമെന്ന് പറയല്ലേ? അവിടെ ഭരിക്കുന്നുവെങ്കിൽ, അവിടെ നിലവിൽ CPM ഭരിക്കുന്നുവെങ്കിൽ അതിന് 2 SDPI പിന്തുണ ഉണ്ട്. അത് കള്ളമല്ല, സത്യമാണ്. അതങ്ങനെ കള്ളം എന്ന് പറഞ്ഞ എങ്ങനെയാ? അത് കള്ളമാവോ? ആ കള്ളം പൊളിഞ്ഞു. ശരി അത് കാണുന്നവർക്ക് മനസ്സിലായി ശരൽകുമാർ. ഈ മണിക്കൂറിൽ കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടാണ്. ഞാൻ ഉത്തമ ബോധ്യത്തിൽ പറയുന്നതല്ലേ? ഇനി കോട്ടാങ്ങൽ പഞ്ചായത്തിനെ പറ്റി പറയാം. അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ പഞ്ചായത്താണ് കേട്ടോ. അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ പഞ്ചായത്ത് കൂടിയാണ് ശരൽകുമാർ. അതോടെ മനസ്സിലാക്കിയോ? ശരി, ഇടവേള. ശ്രീ B. ഗോപാലകൃഷ്ണൻ, എന്തായാലും കുറച്ച് നേരമായി ഞാൻ മിണ്ടാതിരിക്കുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് കാണുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നു. ഈ 2 മുന്നണികളും, ഈ 2 ഇടതും വലതും ഈ നാട്ടിലെ ഭീകരവാദികളെ താലോലിച്ച് പാല് കൊടുത്ത് വളർത്തി അവരെ വലുതാക്കി മനുഷ്യ സമാധാനം ഇല്ലാതാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഭീകരതയും വർഗീയതയും കൊണ്ടുവന്നത് ഇവരാണ്. ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവുമാണ്. എന്നിട്ടിപ്പോൾ കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. അനിൽകുമാർ പറയുന്നു SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഈ SDPIക്കാരനെ കേന്ദ്ര ഗവൺമെൻറ് പിടിച്ച് ഉണ്ട കൊടുത്ത് തീഹാർ ജയിലിൽ കൊണ്ടുപോയപ്പോൾ അതിനെതിരെ സംസാരിച്ചവരാണ്, SDPIക്കാർക്ക് വേണ്ടി സംസാരിച്ചവരാണ്. അനിലെ, നിങ്ങളുടെ ഇടതുപക്ഷം SDPIക്കാർക്ക് വേണ്ടി സംസാരിച്ചവരാണ് നിങ്ങളുടെ ഇടതുപക്ഷം. ഇത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ് ചെയ്തത്. കർദിനാള് ആ ലഹരി ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പം കർദിനാളിനെതിരെ
ആ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഈ രണ്ടുപേരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, ഈ നാട്ടിൽ ഭീകരവാദികളെ, ഈ നാട്ടിൽ വർഗീയതയെ, ഈ നാട്ടിൽ മുസ്ലിം ഭീകരവാദത്തിനെ താലോലിച്ചു കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് പശുക്കുട്ടിയെ വെട്ടിക്കൊന്നവൻ, മറുഭാഗത്ത് പശുക്കുട്ടിയെ കൊണ്ട് ബീഫ് വെച്ച് ഫെസ്റ്റിവൽ നടത്തിയവൻ. ഇവർ രണ്ടുപേരും രഥോത്സവത്തിൽ വന്ന് അങ്ങനെ മതേതരത്വത്തിൻ്റെ ചരട് പിടിക്കുക. നാണം എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഗോപാലകൃഷ്ണനും അനിൽകുമാറും ഒന്നാ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഊളംപാറയ്ക്ക് വിടണം നിങ്ങളുടെ നേതാവിനെ എന്ന് പ്രസംഗിച്ച ഒരു നേതാവുണ്ടല്ലോ. ഏത് ആ നേതാവ് പറഞ്ഞത് നിങ്ങളുടെ അനിഷേധ്യ നേതാവിനെ ഊളംപാറയ്ക്ക് വിടണമെന്നാ. ആ ഊളംപാറയ്ക്ക് വിടണമെന്ന് പറഞ്ഞ നേതാവിനെ കൊണ്ട് നിങ്ങൾ ഈ CPM-നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റ്. ഈ കേരളം വിട്ട നിങ്ങൾ രണ്ടും ഒന്നല്ലേ? നിങ്ങൾ കർണാടകയിൽ ഒന്നല്ലേ? തമിഴ്നാട്ടിൽ ഒന്നല്ലേ? ഡൽഹിയിൽ ഒന്നല്ലേ? ജിൻഡോ അന്തസ്സും അഭിമാനമുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് CPM ഞങ്ങളുടെ ചേരിയിലില്ല എന്ന് പറയണം. അനിൽകുമാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ RSSനെ പൊളിക്കുക, ഞങ്ങൾ BJPയെ പൊളിക്കുക. നിങ്ങൾ പൊളിച്ച് 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 പടവലങ്ങ പോലെ താഴേക്കോട്ടായില്ലേ? 2016 44,000 വോട്ടാ പാലക്കാട്, 2021 അത് 38,000. നിങ്ങളുടെ വോട്ട് നിങ്ങൾ പിടിക്കുമോ? ഞങ്ങൾ 1ാം സ്ഥാനത്താ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാരന് കൊടുത്തില്ലേ? നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ? നിങ്ങളുടെ ബാലൻ പറഞ്ഞില്ലേ? അങ്ങനെയാണല്ലോ മലമ്പുഴയും പാലക്കാടും വെച്ചു മാറിയത്. BJP ചോദിക്കാൻ നിങ്ങളുടെ വോട്ട് നിങ്ങൾ പിടിക്കുമോ? അതോ കോൺഗ്രസ്സിന് വിടുവേല ചെയ്ത് കൊടുക്കുമോ? അടിമപ്പണി ചെയ്ത് കൊടുക്കുമോ? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, മറ്റൊന്നുമല്ല. പാലക്കാട്ടെ ജനങ്ങൾ സാക്ഷരരാണ്, അവർക്കിതൊക്കെ അറിയാം. നിങ്ങൾ ഇന്നലെ വരെ തൃശ്ശൂർ പറഞ്ഞത് എന്താ? ജയിക്കില്ല, അക്കൗണ്ട് വേണമെങ്കിൽ ബാങ്കിൽ പോയി തുടങ്ങിക്കോ, ജയിക്കില്ല. പക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി താമരയിൽ ജയിച്ചാൽ അത് തന്നെ ഞങ്ങൾ പറയുന്നു. ആ പാലക്കാട്ടെ ജനങ്ങളും നിങ്ങൾ പറയുന്ന ആ ഒരു വർഗീയതയല്ല, അതല്ലാതെ പാലക്കാട്ടെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചിലേറ്റും. ഓക്കെ എന്റെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. ഉറപ്പായും വലിയ വാക്പോരുണ്ടെന്ന ആ വാക്പോര് തുടർച്ച ഇവിടെ ഉണ്ടായി. എനിക്ക് ആലിലേക്ക് മോശമില്ല, ക്ഷമിക്കണം, എനിക്ക് ആലിലേക്ക് മോശമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്രത്തോളം വലിയ വീറും വാശിയും നാളത്തെ പോളിംഗ് ബൂത്തിൽ ഉണ്ടായ മതിയാവുകയുള്ളൂ. പോളിംഗ് ശതമാനം ഉയർന്നേ മതിയാവുകയുള്ളൂ. എൻകൗണ്ടർ പങ്കെടുത്ത 3 പേർക്ക് നന്ദി.